അങ്ങനെ ഞങ്ങൾ ഒരു 6 മാസം 7 മാസം കൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫങ്ഷനാണ്, എൻഗേജ്മെൻ്റാണ് വാവയുടെ. അപ്പോൾ അവർ സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ചെറിയൊരു ഡാൻസ് കളിച്ചിട്ടാണ് അവർ കയറി വരുന്നത്. അപ്പം ഒരുപാട് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. വളരെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. അതും പകുതി ഞാൻ എടുത്തേക്കുന്ന വീഡിയോയോ ഒന്നുമല്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷട്ട് ഡൗൺ മോഡിലേക്ക് പോയതുപോലെയായിരുന്നു. നാട്ടിൽ ചെന്നതിന് ശേഷം ഒരുപാട് വീഡിയോസോ ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതും എല്ലാം കൂടെ കൊളാജ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന കുറേ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് കൂടുന്ന ഒരു ഫംഗ്ഷനായിരുന്നു വാവയുടെ എൻഗേജ്മെൻറ്റും മാരേജും ഒക്കെ. കുറേ പേരെ നമുക്ക് മിസ്സായിപ്പോയി. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തുമായിട്ടാണ് പലരും ഉള്ളത്. അപ്പം നാട്ടിലുള്ള എല്ലാവർക്കും കൂടാൻ പറ്റി. പിന്നെ കുറച്ച് പേരൊക്കെ ഫംഗ്ഷന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വരികയും ചെയ്തു. കുറച്ച് പേരെ അതുകൊണ്ട് വരാത്ത കുറച്ച് പേരെ നമുക്ക് മിസ്സാവുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ, നമ്മളൊരു ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ ആ ഡാൻസിൻ്റെ കണ്ടിന്യൂവേഷൻ പോലെയാണ് ഇത്. നമ്മൾ ഫൈനൽ സ്റ്റേജിലെത്തിക്കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും സാറയ്ക്കും നല്ല ടെൻഷനായിരുന്നു. അമ്മുവിന് ഒരു ടെൻഷനും ഇല്ല. അമ്മു കൂളായിട്ട് കളിച്ച് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫുള്ളി ടെൻസ്ഡായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പഠിച്ചുകൊണ്ട് വന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ പകുതിയായപ്പോൾ ഞങ്ങൾ മറന്നുപോയി. എന്തായാലും അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോയിലൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ, ഞങ്ങൾ ഡാൻസ് കളിക്കുമ്പോൾ അവൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു വാവ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സൈഡിലേക്ക് മാറി അമ്മുവിന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേജ് അങ്ങ് കൊടുത്തോട്ടെ. ഞങ്ങളും കൂടെ നിന്ന് കുളവെക്കുന്നതിലും ഭേദം അവൾ ഒറ്റയ്ക്ക് അടിച്ചു പൊളിച്ച് ഡാൻസ് കളിക്കുന്നതല്ലേ എന്ന് ഓർത്തിട്ട് പിന്നെ ഇടയ്ക്ക് വെച്ച് വീണ്ടും നമ്മൾ സ്റ്റേജിലേക്ക് കയറി. അപ്പോൾ ഇതൊരു കുറച്ച് നേരം ഉണ്ടായിരുന്ന ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. ടെൻഷൻ അടിച്ച് കളിച്ചെങ്കിൽ കൂടി നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ ആ മൊമെൻറ്റ്സൊക്കെ. പിന്നെ നമ്മൾ എടുത്ത് ക്യാപ്ചർ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കുറച്ച് മൊമെൻറ്റ്സൊക്കെ നമുക്ക് കിട്ടിയ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അടുത്ത് കുറച്ച് പേരിങ്ങനെ ചോദിച്ചായിരുന്നു എന്തായിരുന്നു ഡ്രസ്സ് ഇട്ടായിരുന്നേ, എല്ലാവരുടെയും ഡ്രസ്സ് എന്തൊക്കെയായിരുന്നു, പല ഡ്രസ്സുകളും വീഡിയോസും ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ. എൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. അതുപോലെ എൻ്റെ കയ്യിൽ കിട്ടിയ കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. വളരെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ള കുറച്ച് ഫോട്ടോസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അടുത്തടുത്ത വീഡിയോസായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുവരെ ലവ് യു, ബൈ.